ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? ക്ലിക്ക് ബൈറ്റൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലോകത്തിൽ എണ്ണം പറഞ്ഞ 2 പെർഫ്യൂംസ്. ഒന്ന് ബ്ലൂ ഷനേൽ, ഇതിങ്ങനെ എഴുത്തി തിരിച്ചാൽ കാണിക്കും, ഞാനിത് വീഡിയോ ബിറ്റാക്കി വരടാ. ഒരെണ്ണം ക്രീഡ വെണ്ടസ്, ശരിയാക്കാം ഇൻഷാ അല്ലാ. പിന്നെ ലോകത്തിൽ ഇനി ഈ പെർഫ്യൂമാണ് സകല ആളുകളുടെയും വിഷ് ലിസ്റ്റിലും ഒരു അഡ്മയറിങ് പെർഫ്യൂമാണ് ബ്ലൂ ഷനേലും ക്രീഡ വെണ്ടസും. ഞാൻ മാക്സിമം ഞാൻ ഈ പെർഫ്യൂമുകളെ കുറിച്ച് നിങ്ങളിൽ പറഞ്ഞുതരാം. ഞാൻ 2 വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിച്ചു, പക്ഷേ എന്തിനാണ് അധികം പറ്റുമെന്ന് പറഞ്ഞ പോലെ ഇഷ്ടംമാതിരി വീഡിയോസും ഇത് ബ്ലൂ ഷനേൽ പാർഫുമാണ് കേട്ടോ. പാർഫും ഇത് EDT ഉണ്ട്, EDP ഉണ്ട്, പാർഫും ഉണ്ട്. എൻ്റെ കയ്യിലുള്ളത് പാർഫുമാണ്. അപ്പോൾ ഞാൻ ബേസിക്കലി അങ്ങനെ ഒറ്റ വീഡിയോ ആക്കിയിട്ട് ഇതെങ്ങനെയാണ് ഏത് രൂപത്തിൽ പോകുന്നു. രണ്ടും ബേസിക്കലി ഇതൊരു സിമിലർ പെർഫ്യൂമാണ്. ഇതിൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ ഒക്കേഷൻസും ഇതിൻ്റെ വെർസറ്റിലിറ്റിയും ഇത് ഒരു സിമിലാരിറ്റി ഇങ്ങനെ ഒപ്പം പിടിച്ചു പോകുന്ന പെർഫ്യൂമാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഇതൊരു ഡയറക്റ്റ് ടു ഡയറക്റ്റ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ കൂടി എന്നാലും ഒരു കോമ്പറ്റീഷൻ വന്ന് കിടക്കുന്ന ഒരു പെർഫ്യൂമാണ്. സോ ഞാൻ അവസാനം ഒരു വെർഡിക്റ്റും പറഞ്ഞു തരാം. എന്തെന്നാലും വെർഡിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടല്ലോ ക്രീഡ വെണ്ടസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് വെർത്താണെന്നുള്ളത്. ബ്ലൂ ഷനേൽ വെർത്താ തോന്നും. എന്നാൽ ബ്ലൂ ഷനേൽ ഒറ്റക്ക് നോക്കുമ്പോൾ അതിന് ഒടുക്കത്തെ വലിയും അങ്ങനെയാണ്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഷനേലും ക്രീഡൊന്നും ഇന്ത്യൻസിനെ കണ്ടിട്ട് ഇറക്കിയ പെർഫ്യൂം അല്ല. ഇത് ഇന്ത്യൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ബയേഴ്സിനെ അവർ മനസ്സിൽ കണ്ടിട്ടില്ല. അവർ യൂറോപ്പ് അങ്ങനത്തെ വെസ്റ്റേൺ ആളുകൾക്കും ആ ഒരു ചൂട് 30 ഡിഗ്രി അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്കൊന്നും കിട്ടാത്ത ആ ഒരു ടെമ്പറേച്ചറിലൊക്കെ അയൽക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, അയൽക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഫോർമുലേഷൻസ് ഒക്കെയാണ് ഈ 2 പെർഫ്യൂമും. ഇത് നമ്മുടെ നാട്ടിൽ ചൂടൊക്കെ തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എന്താ പറയുക, ഇതങ്ങോട്ട് പോയി പെർഫ്യൂമും. ഇതങ്ങനെ പിന്നൊരു പ്രൊജക്ഷൻ പറയാനോ വെറും AC ടു AC എൻവറോൺമെൻറ്റ്. എന്നാലും കുറച്ച് ക്രീഡ് നിൽക്കുന്നുണ്ട്. ഈ സാധനം ചൂട് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബ്ലൂ ഷനേൽ അടിച്ചിട്ടുള്ളൂ, അത് അടിച്ചിട്ടുള്ളൂ, ഒരു കാര്യമില്ല. ഇത് ചൂട് തട്ടാണ്ട് വെറും AC ടു AC എൻവറോൺമെൻറ്റിൽ നമ്മൾ കാറിന്ന് അടിച്ച് നേരെ ഓഫീസിൽ നിന്ന് റിട്ടേൺ നേരെ കാറിലേക്ക് ഒക്കെയുള്ള എൻവറോൺമെൻ്റ് ആണെങ്കിൽ ഓഫ് കോഴ്സ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഞാൻ ഈ പെർഫ്യൂമുകളെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്തായാലും എന്നെ കൊണ്ട് ഉപയോഗിക്കുന്ന പോലൊക്കെ ഞാൻ ഈ പെർഫ്യൂമുകളെ കുറിച്ച് പറഞ്ഞുതരാം. ഇനിയൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു റിവ്യൂ വീഡിയോ നിങ്ങൾക്ക് റെഫർ ചെയ്യണ്ട എന്നുള്ള രൂപത്തിൽ ഞാൻ മാക്സിമം വേർഡ്സൊക്കെ പുട്ട് ചെയ്ത് ഇതിൻ്റെ സ്മെൽ എങ്ങനെയാണെന്നുള്ള കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പെർഫ്യൂം ഒരു സെൻസറി ഇമോഷൻ അല്ലേ, അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഇൻഷാ അല്ലാ എന്നെ കൊണ്ട് ഉപയോഗിക്കുന്ന പോലൊക്കെ മാക്സിമം ഞാൻ പറഞ്ഞൊപ്പിച്ച് ഇറങ്ങേണ്ട അടുത്ത് ബ്ലൂ ഷനേൽ ആദ്യം ട്രൈ ആക്കാം. ഓപ്പണിങ് ശരിക്ക് ഞാൻ ഓപ്പണിങ് ബ്ലൂ ഷനേലിൻ്റെ ഓപ്പണിങ്ങിൽ എല്ലാവരും വീണു പോകും. ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് ഇടാം. EDPയും EDTയും സിമിലർ ആണ്. EDPയും പാർഫുമിൻ്റെ കയ്യിലുള്ളത് പാർഫുമാണ്, ചെറിയൊരു വ്യത്യാസമുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിക്കുന്നത് EDP ആണ്. പക്ഷെ EDP പാർഫും സ്മെല്ല് ചെറിയൊരു വ്യത്യാസങ്ങൾ കൂടി ഇതും ക്രീഡും കൂടി കോമ്പറ്റീഷൻ തന്നെയാണ് വരിക. അതിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. ഞാൻ ഇത് പറഞ്ഞുതരാം. ഇൻഷാ അല്ലാ EDP നമുക്ക് കിട്ടുമ്പോൾ അതിനെ കുറിച്ചിട്ട് വേറെ വീഡിയോയിൽ പറഞ്ഞുതരാം. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് പാർഫം ആയതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതിൻ്റെ ഓപ്പണിങ് ഒരു ബ്രൈറ്റ് സിട്രസ്, ഓക്കെ, നാരങ്ങ സിട്രസ്. പിന്നെ അവിടെ നിന്ന് നെറ്റ്മഗ് എന്ന് പറഞ്ഞാൽ ജാതിക്ക. നമ്മൾ അടിച്ചുടനെ തന്നെ നമ്മുടെ മൂക്കിലേക്ക് ഒരു ആൽക്കഹോളിൻ്റെ ബ്ലാസ്റ്റിൻ്റെ ഒപ്പം സിട്രസും കുറച്ച് സ്വീറ്റും ഇത് മാത്രമാണ് വരിക ആദ്യത്തെ ഒരു 2-3 മിനിറ്റ്. അതന്നെ ആ ഒരു ഫ്രഷ്നെസ്, ഒരു എലവേറ്റിംഗ് ഫീൽ. നമ്മൾ ഇൻസ്റ്റൻ്റ് ഒരു മൂഡ് ലിഫ്റ്റ്, ഒരു ബ്രൈറ്റ്, എന്താ ഇപ്പോൾ പറയുക,
നമ്മൾ നല്ല ചൂടത്ത് ഇങ്ങനെ നടന്നിട്ട് നല്ല വെയിൽ തട്ടിയിട്ട് നിൽക്കുന്ന നേരത്ത് ഒരു 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 കുട നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 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 ഫീൽ ഗുഡ് ഫാക്ടർ വരില്ലേ? അല്ലെങ്കിൽ നല്ല ദാഹിക്കുന്ന സമയത്ത് നമുക്കൊരു തണുത്ത വെള്ളം, സാധാ വെള്ളമല്ല, ഒരു തണവുള്ള വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു നിശ്വാസം വിടൂലേ? ആ ഒരു ഫീലാണ് ബ്ലൂഡി ഷെനയിൽ. അങ്ങനെ മനസ്സിനെ സ്വാധീനിപ്പിക്കുന്ന, നമ്മുടെ സെൻസറി ഇമോഷൻ ട്രിഗർ ചെയ്യിക്കുന്ന, കാംനെസ് നൽകുന്ന, ഒരു 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 റിഫ്രഷിങ് ഫീലിലേക്ക് നമ്മുടെ മൈൻഡിനെ എത്തിക്കുന്ന ഫീൽ ഗുഡ് ഫാക്ടർ, അപ്ലിഫ്റ്റിംഗ്, ബ്രൈറ്റ് ആയിട്ടുള്ളൊരു പെർഫ്യൂമാണ് ബ്ലൂഡി ഷെനയിൽ. ആൻഡ് ഈ പെർഫ്യൂം ആൾക്കാർ അഡ്മയർ ലിസ്റ്റിൽ വരാനുള്ള കാരണം ഈ ഒരു ഫാക്ടർ തന്നെയാണ്. ദി കാംനെസ്, ദ റിഫൈൻമെൻറ്റ്, പെർഫെക്റ്റ് ബോസ്, പെർഫെക്റ്റ് ഏത് ഒക്കേഷനിൽ അടിച്ചു കഴിഞ്ഞാലും അതിനനുസരിച്ചിട്ട് വെർസറ്റിലിറ്റി ഉള്ളൊരു പെർഫ്യൂം ബ്ലൂഡി ഷെനയിൽ. പക്ഷേ എന്നാലും കൂടുതൽ ഓഫീസ് സെൻട്രിക് ആണെങ്കിൽ വൈകുന്നേരങ്ങളിൽ രാവിലെ അടിക്കുക, എന്നാലും വൈകുന്നേരങ്ങളൊക്കെ ഇതിനും ബെറ്റർ പെർഫ്യൂമാണ് ക്രീഡ് അവൻഡസ്. അത് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ അവിടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഈ സംഗതി പിന്നെ ആദ്യം ഓപ്പണിങ്ങിൽ ഇങ്ങനെ ഒരു ഒരു സിട്രസ്, പിന്നെ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു ഒരു സിട്രസ് വിട്ട് കഴിഞ്ഞാൽ ആദ്യം ഒരു ആൽക്കഹോളിൻ്റെ പ്ലാസ്റ്റ് ഉണ്ട്, സിട്രസ് ഉണ്ട്, പിന്നെ അവിടെ നിന്ന് ആൽഡിഹൈഡസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൗഡറി നോട്ടാണ് ആൽഡിഹൈഡസ്. ഓക്കെ, അതൊരു ഒരു കെമിക്കൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. അതേപോലെ ISE സൂപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ഈ പാർഫമിൽ വരുന്നുണ്ട്. അത് ഈ ISE സൂപ്പർ പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കഹോളിൻ്റെ ബ്ലാസ്റ്റിനെ ഒന്നും കൂടി ബ്രൈറ്റ് ആൻഡ് അപ്ലിഫ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ISE. അതൊരു കെമിക്കൽ കോമ്പൗണ്ടാണ്. അതും കൂടി ചേർത്ത് വരുമ്പോൾ മൈൻഡിന് ഒരു ഇൻസ്റ്റൻറ്റ് അപ്ലിഫ്റ്റിങ്ങും ആ ഒരു 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 ഫീൽ ഗുഡ് ഫാക്ടറും ഇതിൽ ഇങ്ങനെ 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 നമ്മളിങ്ങനെ തൊട്ട് തഴകി തലോടി നിൽക്കും. അതങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒരു ഫ്രൂട്ടി സ്വീറ്റ്നെസ്സും ഒരു അറോമാറ്റിക് സംഗതി. അറോമാറ്റിക് എന്ന് പറഞ്ഞാൽ തന്നെ ബ്ലൂഡി ഷെനലിലാണ് പറയുന്നത്. അതും അറോമാറ്റിക് പെർഫ്യൂം എന്ന് പറഞ്ഞാൽ അത് ബ്ലൂഡി ഷെനൽ തന്നെയാണ്. അപ്പോൾ അറോമാറ്റിക് എന്ന് പറഞ്ഞാൽ സ്മെല്ല് അതവിടെ നിൽക്കട്ടെ. ഒരു ഫ്രൂട്ടി സ്വീറ്റ്നെസ്സും പിന്നെ അവിടുന്ന് കുറച്ച് ഡാർക്കർ അണ്ടർടോണുകൾ, അതായത് മിഡിൽ നോട്ടിക്ക് കടന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 60-70%, ഒരു 70% ഫ്രൂട്ടി, സ്വീറ്റി, ബെർഗമോട്ട്, അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സ്വീറ്റ്നെസ്സും കുറച്ച് സിട്രസും ആയിട്ടുള്ള ഒരു ബ്രൈറ്റ് വൈറ്റ് ഓപ്പണിങ്ങിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ കുറച്ച് അണ്ടർ ടോൺ കൂടെ ഒരു ഡാർക്ക് ഷെയ്ഡിൽ കുറച്ച് വുഡി നോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഒരു നെറ്റ്മഗ് കിട്ടാ ഈ പറഞ്ഞ 60-70% കുറച്ച് സ്പൈസി സ്വീറ്റ്നെസ് ആയിട്ടുള്ള നെറ്റ്മഗ് ജാതിക്കും കൂടി കയറി കിടക്കുന്നുണ്ട്. നമുക്കത് പെട്ടെന്ന് പിക്ക് ചെയ്യാനൊന്നും പറ്റില്ല, പക്ഷെ നമുക്ക് മനസ്സിലാവും ദിസ് ഈസ് നോട്ട് അറ്റ് ഓൾ ഇത് ഫുള്ള് സ്വീറ്റ് അല്ലെങ്കിൽ ഫുള്ള് ബ്രൈറ്റ് അല്ലെങ്കിൽ ഫുള്ള് സിട്രസ് ലീഡിങ് അല്ല. നമുക്ക് മനസ്സിലാവും കുറച്ച് സ്പൈസസ് ഇതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ട് എന്നുള്ളത്. പിന്നെ ആ സ്പൈസി നോട്ടിൻ്റെ ആ 60, പിന്നെ ബാക്കി 30% പറഞ്ഞാൽ ഒരു മിസ്റ്റീരിയസ് നോട്ടായിട്ടുള്ള ഈ വുഡി നോട്ട്. ആൻഡ് നിങ്ങൾ എഴുതി വെച്ചോളി, ഈ വുഡി നോട്ടില്ല അടിയിൽ കൂടെ പോണേ 30% വുഡി നോട്ട്. അതാണ് ഈ പെർഫ്യൂമിൻ്റെ മാജിക്. ബ്ലൂഡി ഷെനയിലാക്കണ, ബ്ലൂഡി ഷെനയിൽ ഐക്കോണിക് ആക്കണ. ഏത് ചാത്തനെടുത്താലും ഏത് കോപ്പി എടുത്തു കഴിഞ്ഞാലും ഈ വുഡി നോട്ട് അതിൽ മിസ്സിങ് ആണ്. ബ്ലൂഡി ഷെനയിലിൻ്റെ ആ ഒരു ഭംഗി ഒരു പെർഫ്യൂമിലും കിട്ടാത്തൊരു ഫാക്ടറാണ്. അതിൻ്റെ അണ്ടർ ടോൺ കൂടെ പോണ ആ ഒരു വുഡി നോട്ട് എന്നാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. പക്ഷേ ഇറ്റ് ഈസ് സംതിങ് ഡിഫറെൻറ്റ് വിച്ച് കാൻ ബി എക്സ്പ്ലെയിൻ. സോ ബ്യൂട്ടിഫുൾ. അങ്ങനെ തന്നെ എടുത്തിടണം. അത്രയും ഭംഗി തരുന്ന, നമ്മളിങ്ങനെ ഭയങ്കര ഭംഗി തരുന്ന ഒരു നോട്ടായിട്ട് അത് ഇതിൽ നിൽക്കുന്നുണ്ട് ബ്ലൂഡി ഷെനയിൽ. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1/4 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പെർഫ്യൂം ടോട്ടലി അങ്ങോട്ട് ഫെയ്ഡായിട്ട് ഈ വുഡി നോട്ട്, ഈ ഡാർക്ക് മിസ്റ്ററി നോട്ടുമായിട്ട് ഇതിങ്ങനെ പോകുന്നുണ്ട്. സോ ബേസിക്കലി ഇതാണ് ബ്ലൂഡി ഷെനയിൽ. ഇതിൻ്റെ A to Z ഇതാണ്. പിന്നെ പ്രശ്നം കാര്യങ്ങൾക്ക് അടുത്ത് ഞാൻ രണ്ട് കമ്പയർ ചെയ്തിട്ട് പറഞ്ഞുതരാം ഇൻഷാ അല്ലാ. ഇനി അടുത്തത് നമുക്ക് ക്രീഡ് അവൻഡസ്, മറ്റേത് ഇതിലെല്ലാം അടിച്ച് സിട്രസ്. ഓപ്പണിങ് സിട്രസ് ആണ്. ബ്ലൂഡി ഷെനലെല്ലാം ബ്രൈറ്റ് എന്ന് പറഞ്ഞിട്ടാണല്ലോ. ഇതിൽ ബ്രൈറ്റ് എന്ന് ഞാൻ പറയില്ല. ഇതിൽ ബ്രൈറ്റ് എന്നുള്ള വാക്കിനേക്കാളും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യം റിഫൈൻഡ്, സ്മൂത്ത്, എലഗൻസ്. ഇത് ആർട്ടിസ്റ്ററി ഓഫ് റിഫൈൻമെൻറ്റ്. മനസ്സിലായില്ലേ? ഞാൻ അറോമാറ്റിക് എന്നുള്ള വാക്ക് ബ്ലൂഡി ഷെനലിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ റിഫൈൻഡ് എന്നുള്ള വാക്ക് ക്രീഡ് അവൻഡസിന് കൊടുക്കും.
ഓ, ക്രീഡ് തന്നെയാണ് സുഹൃത്തുക്കളെ, പറയാതിരിക്കാൻ വയ്യൂല. ഇതിൻ്റെ റിഫൈൻമെൻറ്റും എനിക്ക് 2 പെർഫ്യൂമും ഞാൻ അടിച്ചേക്കാൾ ഉപരി പല ആൾക്കാരും പല പ്രാവശ്യവും പല സാഹചര്യത്തിലും അടിച്ചത് ഒറിജിനൽ ഡ്യൂപ്പും മറ്റതും മറിച്ചതൊക്കെ ആയിട്ട് ഞാൻ സെവറൽ എൻകൗണ്ടേഴ്സും ഡയറക്റ്റ് ആൾക്കാർക്ക് പോയിട്ടുണ്ട്. ക്രീഡ് അവൻ്റെ സോറി ഇനി അതർ ഡയറക്റ്റ്ലി അവർ പറയും. പിന്നെ നമുക്കറിയാം കുറച്ച് പൊസിഷൻ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചപ്പും ചവറും അടിക്കാണ്ട് മേ ബി ഒറിജിനലിനെ അടിക്കാമെന്ന് നമുക്കറിയാം. അപ്പോൾ ഞാൻ അർമാഫിൻ്റെ വീഡിയോയിൽ അർമാഫ് ക്ലബിന് പറഞ്ഞിട്ട് നമ്മുടെ ക്ലയൻറ്റ് വിസിറ്റൊക്കെ വരുമ്പോൾ അവിടുത്തെ ആൾക്കാർ അമേരിക്കൻസൊക്കെ ക്ലയൻറ്റ് വിസിറ്റ് വന്നപ്പോൾ അവരൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നത് ക്രീഡ് ഔട്ടസ് ആണ്. അതിലൊക്കെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള കാര്യം ദി സെൻ ക്ലൗഡ്, ദി സെൻ ബബിൾ, ഇതിൽ റൂം ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു പ്രൊജക്ഷൻ ഉണ്ട്. ആദ്യത്തെ ഒരു 10-15 മിനിറ്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സബ്റ്റിൽ എക്സിക്യൂട്ടീവ് ഒരു എലഗൻറ്റ് സ്മെല്ലായിട്ട് ഒരു എലവേറ്റിംഗ് സ്മെല്ലായിട്ട് നമ്മുടെ മേത്തുണ്ട് ഒരു 2 to 3 ഫീറ്റ് പ്രൊജക്ഷൻ. പക്ഷേ ക്രീഡ് അവൻറ്റസ് ഒരു ഒരു മീറ്ററിൻ്റെ ഉള്ളിലേക്കുള്ള ഒരു സെൻ ക്ലൗഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ടെറിട്ടറിക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ 110% ഹി ഗോണ പിക്ക് ദിസ് സ്മെൽ. ഓക്കെ, ഈ സെൻ ക്ലൗഡ് അത്രയും എന്താ പറയുക, നമ്മളൊരു ഇഫ് ദർ ഈസ് എ പൈനാപ്പിൾ garden in the heaven, it would be the smell of Creed Aventus. ഓക്കെ, ഒരു ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. അത് ഒരു പൈനാപ്പിൾ ഗാർഡൻ, മേ ബി നമ്മൾ ഒരു ഫെയറി ടൈൽ ലോകത്ത് ഒരു പൈനാപ്പിൾ ഗാർഡൻ ഉണ്ട്. ആ പൈനാപ്പിൾ ഗാർഡനിൽ നമ്മൾ അകപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ക്രീഡ് അവൻറ്റസിൻ്റെ സ്മെല്ലായിരിക്കും. അപ്പോൾ ഈ ഒരു സൺ ക്ലൗഡിൽ ഇങ്ങനെ ആൾക്കാർ നിൽക്കാനും, ഇപ്പോൾ എൻ്റെ പേഴ്സണലി പറയുകയാണ്, ആ ക്ലയൻറ്റ് വിസിറ്റൊക്കെ നടന്നപ്പോൾ അന്നാണ് ഏറ്റവും കൂടുതൽ ക്രീഡ് കിട്ടിയത്. പിന്നത്തെ സാഹചര്യങ്ങളിലൊക്കെ അങ്ങനത്തെ ഒറിജിനൽ ക്രീഡാന്ന് ഉറപ്പുള്ള ആൾക്കാരൊന്നും ഞാൻ പിന്നെ കണ്ടിട്ടില്ല. മേ ബി എനിക്ക് തോന്നിയിട്ടുണ്ടാവണം അത് ഉറപ്പുള്ള ക്രീഡാവണം, കാരണം അത് റിഫൈൻമെൻറ്റ് അതിലുണ്ടായി. മേ ബി ചിലപ്പോൾ നിഷാനി ഹസിവത്താവും, അല്ലെങ്കിൽ അതിൻ്റെ ചിലപ്പോൾ പല വകഭേദം ഇത്ര തന്നെ വിലയില്ലാത്തൊരു പെർഫ്യൂം ആവും. ബട്ട് സ്റ്റിൽ വാട്ട് ഐ ഹാവ് അണ്ടർസ്റ്റാൻഡ്, ഞാൻ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് നല്ല സെൻ ക്ലൗഡും നല്ല സെൻട്രയിലും നല്ല സിലിയേജും, നമ്മൾ പോകുന്നതും വരുന്നതും വന്ന് നിൽക്കുന്നതൊക്കെ ഈ പെർഫ്യൂമിൻ്റെ അകമ്പടിയോടെയാണ് ഇത് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ. പക്ഷേ നിങ്ങൾ ഔട്ട് ഓഫ് ദി വേൾഡ് എക്സ്പെക്ടേഷൻ പാടില്ല. ഈ പെർഫ്യൂം 5-8 മണിക്കൂറിൽ തീർന്നു പോകും. പക്ഷേ ഉള്ള ഒരു 5 മണിക്കൂർ നല്ലൊരു സെൻ ക്ലൗഡും നല്ല സെൻട്രയിലും. ഞാൻ പെർഫ്യൂമിൻ്റെ നോട്ട്സും കാര്യങ്ങളും പറഞ്ഞുതരാം. ബ്രൈറ്റ് എന്നുള്ള വാക്ക് ഞാൻ പകുതി കട്ട് ചെയ്ത് ഒരു 50% ബ്രൈറ്റ് ഇട്ട്, പിന്നെ ഒരു ഓപ്പണിങ്ങിൽ ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള നാച്ചുറൽസ്. നിങ്ങൾക്ക് ക്രീഡും ബ്ലൂ ഡിഷനിലും അടിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ അടിച്ച ആൾക്കാർ ഉള്ള ആൾക്കാർ മോസ്റ്റ് പ്രോബബിലി ഒരു 90% ആൾക്കാർ അഗ്രി ചെയ്യുന്ന കാര്യമാണ് എന്ത്, the moment creed applies we can identify the creed is far superior made. ഓക്കെ, ക്രീഡിൻ്റെ ആ റിഫൈൻമെൻറ്റ് മൂക്കിൾക്ക് തട്ടിയാൽ തന്നെ അറിയാം ഇത് സുപ്പീരിയർ ക്വാളിറ്റിയാണ്, ജ്യൂസ് ക്വാളിറ്റിയാണ്. കാരണം അതിൻ്റെ ആ റിഫൈൻമെൻറ്റും അതിൻ്റെ ഒരു സൂത്തിങ് ഫീലും മൈൻഡിന് നമ്മളെ എലവേറ്റ് ചെയ്യുന്ന ആ ഒരു ഫീലും ഒക്കെ ഒരു എക്സ്ട്രീംലി റിഫൈൻഡ് ലെവലാണ്. അപ്പോൾ ക്രീഡിൽ ഞാൻ പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ബ്രൈറ്റായി 50% ബ്രൈറ്റ് ഇട്ട് ഒരു ഓപ്പണിംഗ് ആയിട്ട് ഒരു ആൽക്കഹോളിൻ്റെ ഒരു ടച്ച് ഇങ്ങനെ എടുക്കൂടെ ഉണ്ടെങ്കിൽ ദ മൊമെൻറ്റ് ഇറ്റ് ഗെറ്റ്സ് ടു ദ നാച്ചുറൽ പൈനാപ്പിൾ. ഓക്കെ, കുറച്ച് വനിലിക് ടോണിലുള്ള ഒരു പൈനാപ്പിൾ. വനിലിക് എന്ന് എല്ലാവരും പറയുന്നത് കേട്ടിട്ടില്ല, പക്ഷെ എനിക്കൊരു വനിലിക് ടോണിലുള്ള ഒരു പൈനാപ്പിൾ കിട്ടുന്നുണ്ട്. അവിടുന്ന് ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ പൈനാപ്പിൾ കിട്ടും. ഓക്കെ, ദ മൊമെൻറ്റ് വി ഗോണ പിക്ക് ദാറ്റ് പൈനാപ്പിൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. പിന്നെ അവിടുന്ന് ഒരു അരമണിക്കൂർ എന്ന് തന്നെ പറയണം ആ സ്മെല്ലിൽ നിന്ന് മാറിപ്പോയായിട്ട് ഒരു പൈനാപ്പിളിൻ്റെ കൂടെ ഒരു ഡാർക്ക് ഷെയ്ഡിലൊരു ഗുഡി നോട്ട് വരുന്നുണ്ട്. ഓക്കെ, ഈ ഡാർക്ക് ഷെയ്ഡ് കൂടെ ഈ പൈനാപ്പിളിൻ്റെ നോട്ട് ഒരു സ്മോക്കി ലെതറി ലെവലൊക്കെ ഈ പൈനാപ്പിൾ നോട്ടൊക്കെ കിട്ടുന്നുണ്ട്. ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഗതി തന്നെയാണ് ക്രീഡ് അവൻറ്റസ്. അങ്ങനെ നമ്മൾ ഇതൊരു ഇതിൽ ലെതർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എക്സ്ട്രീംലി ലെതറായിട്ടൊന്നും ചിന്തിച്ച് കൂട്ടരുത്. ഒരു സ്മോക്കി നോട്ട്, ഇങ്ങനെ സ്മോക്കിന്ന്
എക്സ്ട്രീംലി സ്മോക്കി ഇല്ല, ഒരു അണ്ടർലൈൻ വുഡാന്ന് പറയാൻ എനിക്ക് കഴിയുന്നില്ല, സ്മോക്കി എന്ന് പറയാനും കഴിയുന്നില്ല, എന്നാൽ പൈനാപ്പിളിൻ്റെ നോട്ട് വിട്ടിട്ടില്ല. കുറച്ച് വുഡി അണ്ടർടോൺ കൂടെ ഈ പൈനാപ്പിൾ ഇങ്ങനെ ഒരു സെഡക്റ്റീവ് നേച്ചർ കൂടെ അങ്ങനെ പോകുന്നുണ്ട്. ഇതാണ് ക്രീഡൗണ്ടസ്. ഇനി രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. രണ്ടും പൈസക്കാർക്ക് വേണ്ടിയിട്ടുള്ള പെർഫ്യൂമാണ്. നമ്മൾ ഇതിൻ്റെ ഒരു ഉപഭോക്താവ് എന്ന നിലക്ക് 2 പെർഫ്യൂം ഇന്ത്യയിൽ അവർക്ക് കമ്പനിയേ ഇല്ല. ഒന്നാമത് ഷെനയിൽ ഇപ്പോൾ എടുത്ത് അവർ തുടങ്ങിയിട്ടുണ്ട് തോന്നുന്നു ബുട്ടീക്ക്, ബട്ട് ക്രീഡിന് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ബുട്ടീക്കോ കാര്യങ്ങളൊന്നുമില്ല. ഒന്നാമതേ അവർ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതല്ല, ഇന്ത്യൻ ഓഡിയൻസിന് മനസ്സ് കണ്ടിട്ടില്ല. അതുകൊണ്ട് അവർക്ക് എനിക്കറിയില്ല കേട്ടോ ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടോ ഇല്ല എന്നിട്ട്. മേ ബി ചിലപ്പോൾ ഉണ്ടാവുകയായിരിക്കാം. പക്ഷേ അവർ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതൊന്നുമല്ല ക്രീഡൗണ്ടസ്. ബ്ലൂഡി ഷെനയിലും അങ്ങനെ തന്നെ അവർ വെസ്റ്റേൺ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മളിത് ഓടിപ്പോയിട്ട് വാങ്ങിക്കണോ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇത് അങ്ങനെ തന്നെ അതിൻ്റെ കാര്യങ്ങൾ കിടപ്പ്. നമുക്ക് വേണോ ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട, സ്ട്രെയിറ്റ് ഫോർവേഡ് നമുക്ക് ഈ 2 പെർഫ്യൂമുകളും വേണ്ട. ബട്ട് സ്റ്റിൽ എക്സ്പീരിയൻസ് ചെയ്യണോ ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി വർത്ത് ഹാവിങ് എ ഡീക്കൻറ്റ്, വർത്ത് ഹാവിങ് എ സാൽ. അല്ലെങ്കിൽ ഒരു 12,500 രൂപയ്ക്കൊക്കെ ഇതിൻ്റെ 10 ml വാങ്ങിച്ചാൽ തന്നെ നമ്മുടെ പരിപാടികളൊക്കെ നടക്കും. ഞാൻ ബ്ലൂഡി ഷെനലിൻ്റെതല്ല, ഇത് ക്രീഡൗണ്ടസിൻ്റെതാണ് കേട്ടോ. അത് നമ്മളൊരു പെർഫ്യൂം എന്തൂസിയാസ്റ്റും അങ്ങനെ പെർഫ്യൂം ഇഷ്ടപ്പെടുന്നതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചതാണ്. ഇൻഷാ അല്ലാഹ് ഷെനയിൽ നമ്മുടെ തൊട്ട് മുകളത്തെ ബോസിൻ്റെ ഞാൻ പറഞ്ഞിട്ട് ഈ വീഡിയോയിൽ ഫോണിൽ പറഞ്ഞിട്ട് ഓർമ്മയില്ല, എന്തായാലും അവർക്ക് നമ്മൾ വാങ്ങിച്ചതാണ്. അപ്പം അങ്ങനെ അതാണ്. ഇനി ഇതിൻ്റെ ഒരു 2 പെർഫ്യൂമും ഒരു 3 മണിക്കൂർ 4 മണിക്കൂറത്തോളം AC to AC എൻവയറമെൻറ്റിൽ ഒരു 2 മണിക്കൂർ ആക്റ്റീവ് പ്രൊജക്ഷനും ഒരു 3-4 മണിക്കൂറോളം ഒരു കുറച്ച് ആക്റ്റീവ് കുറഞ്ഞ പ്രൊജക്ഷനും ഉണ്ട്. 5-8 മണിക്കൂറിൽ 2 പെർഫ്യൂം തീർന്നു പോകുന്നുണ്ട്. അത് സിമിലാരിറ്റിയാണ്. 2 പേരും അടിക്കേണ്ട ഒക്കേഷൻ ഒരു വിധം. ഇത് കുറച്ചും കൂടി ഓഫീസ് സെൻട്രിക് ആണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി AC to AC എൻവയറമെൻറ്റിൽ പറ്റുമെങ്കിൽ ഇതൊന്നും കൂടി വെർസറ്റിലാണ്. നമുക്ക് കുറച്ചും കൂടി ഔട്ടർ ഒക്കേഷൻസ്, കുറച്ചും കൂടി കല്യാണങ്ങൾ, കുറച്ചും കൂടി പ്രീമിയം ഒക്കേഷൻസ്, ഒന്നും കൂടി വെർസിറ്റിലിറ്റി കൂടി ഒന്നും കൂടി ഓൾറൗണ്ടർ ആയിട്ട് നിൽക്കുന്ന പെർഫ്യൂമാണ് ക്രീഡ്. അപ്പോൾ അതുതന്നെയാണ് ബേസിക്കലി 2 പെർഫ്യൂമും. ഇൻഷാ അല്ലാഹ് ഞാൻ ഈ വീഡിയോ ഈ റിവ്യൂ ഇത്ര തന്നെ ഉള്ളൂ. ഇത് ഏതാണ് ഇതിൽ അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലത് ക്രീഡായതുകൊണ്ട് എനിക്ക് ക്രീഡ് തന്നെ പറയാനുള്ളൂ. ബ്ലൂഡി ഷെനയിൽ ഞാൻ എപ്പോഴും അടിച്ചു നോക്കും. സെഫോറ പോയി കഴിഞ്ഞാൽ മെമ്മറി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യും. ആ പ്രൈസ് ടാഗിന് ഉണ്ടോ എന്ന് ഇങ്ങനെ ആലോചിച്ച് ഇറങ്ങി പോരുള്ളൂ. അത്ര തന്നെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ഞാൻ ഇതിൻ്റെ സത്യാവസ്ഥ നിജാവസ്ഥയൊക്കെ പറഞ്ഞു തന്നു. പെർഫ്യൂം റെലമിൽ ഈ 2 പേരുകൾ അതിനൊരു പേര് വരാൻ കാരണമുണ്ട്. ആൻഡ് ദർ വർത്ത് ഫോർ ദി പ്രൈസ് ടാഗ് എന്നുള്ള വാക്ക് അതിൻ്റെ ഒരു കുനീശ്വർ നിലക്ക് നമുക്ക് തോന്നിപ്പോകും. കാരണം അതിൻ്റെ ഹിസ്റ്ററി, അതിൻ്റെ ലെഗസിയൊക്കെ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ കിടപ്പ്. ബട്ട് നമ്മളെ പോലത്തെ 2 കൺസ്യൂമർക്ക് ഇത് നമ്മുടെ നാട്ടിലത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് നമുക്ക് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദർ ആർ ഫാർ ബെറ്റർ പെർഫ്യൂംസ് ഇൻ ദിസ് പ്രൈസ് റേഞ്ച് എന്ന് തന്നെ പറയാനുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ നമുക്ക് അടിയിൽ കമൻറ്റ് ഇട്ടോളി. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.